പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകൾ അസ്മാഉൽ ഹുസ്ന നമുക്കെല്ലാവർക്കും അറിയാം. 99 നാമങ്ങൾ അല്ലാഹുവിനുണ്ട്. അർ-റഹ്മാൻ, അർ-റഹീം, അൽ-മലിക്, അൽ-ഖുദ്ദൂസ്, അസ്സലാം, അൽ-മുഅ്മിൻ എന്നൊക്കെയുണ്ട്. അതായത് റഹ്മാൻ അളവറ്റ ദയാലു, റഹീം മഹാകാരുണ്യൻ, മാലിക് യഥാർത്ഥ രാജാവ്, മാലിക് എന്നൊക്കെ പറയുന്നത്, ഖുദ്ദൂസ് സർവന്യൂനതകളിൽ നിന്നും പരിശുദ്ധൻ, അസ്സലാം സമാധാനം നൽകുന്നവൻ, മുഅ്മിൻ അഭയം നൽകുന്നവൻ, മുഹൈമിൻ പരിപൂർണ മേൽനോട്ടം വഹിക്കുന്നവൻ, അൽ അസീസ് പ്രതാപി അജയ്യൻ, അൽ ജബ്ബാർ ന്യൂനതകൾ പരിഹരിക്കുന്നവൻ, അൽ മുതകബ്ബിർ ഔന്നത്യബോധമുള്ളവൻ, അൽ ഖാലിഖ് സൃഷ്ടാവ്, അൽ ബാരിഉ ശരിയായി നിർമ്മിക്കുന്നവൻ, അൽ മുസവ്വിറു രൂപം നൽകുന്നവൻ, അൽ ഗഫാറു പാപങ്ങൾ ധാരാളമായി പുറത്തു കൊടുക്കുന്നവൻ, അൽ ഖഹാർ എല്ലാത്തിനെയും തന്റെ അധീനയിലാക്കുന്നവൻ, അൽ വഹാബു എല്ലാം നൽകുന്നവൻ, അർ റസാഖു വളരെ കൂടുതൽ ആഹാരം നൽകുന്നവൻ, അൽ ഫത്താഹു എല്ലാവർക്കു വേണ്ടിയും കാരുണ്യ കവാടം തുറക്കുന്നവൻ, അൽ ആലിമു എല്ലാം അറിയുന്നവൻ, അൽ ഖാബിദു ഞെരുക്കമുണ്ടാക്കുന്നവൻ, അൽ ബാസിതു വിശാലത നൽകുന്നവൻ, അൽ ഖാഫിദു താഴ്ത്തുന്നവൻ, അർ റാഫിഉ ഉയർത്തുന്നവൻ, അൽ മുഇസ്സു അന്തസ്സ് നൽകുന്നവൻ, അൽ മുദില്ലു നിന്ദത നൽകുന്നവൻ, അസ്സമീഉ എല്ലാം കേൾക്കുന്നവൻ, അൽ ബസീറു എല്ലാം കാണുന്നവൻ, അൽ ഹകമു ഉറച്ച തീരുമാനമെടുക്കുന്നവൻ, അൽ അദിലു നീതി നിറഞ്ഞവൻ, അൽ ലതീഫു അതിസൂക്ഷ്മമായി അറിയുന്നവൻ, അൽ ഖബീറു സർവജ്ഞൻ, അൽ ഹലീമു സഹനശീലൻ, അൽ അലീമു മഹോന്നതൻ, അൽ ഗഫൂറു വളരെ പൊറുക്കുന്നവൻ, അശ്ശകൂർ കുറഞ്ഞ അമലുകൾക്ക് കൂടുതൽ പ്രതിഫലം നൽകി അമലുകൾക്ക് വില കൽപ്പിക്കുന്നവൻ, അൽ അലിയു സമുന്നതൻ, അൽ കബീറു വളരെ വലിയവൻ, അൽ ഹഫീദു സംരക്ഷിക്കുന്നവൻ, അൽ മുഖീതു എല്ലാവർക്കും ജീവിത വിഭവം നൽകുന്നവൻ, അൽ ഹസീബു എല്ലാവർക്കും മതിയായവൻ, അൽ ജലീലു വലിയ മഹാൻ, അൽ കരീമു ഔദാര്യവാൻ, അർ റഖീബു മേൽനോട്ടക്കാരൻ, അൽ മുജീബു സ്വീകരിക്കുന്നവൻ, അൽ വാസിഉ വിശാലതയുള്ളവൻ, അൽ ഹകീമു വലിയ യുക്തിമാൻ, അൽ വദൂദു ദാസന്മാരെ വളരെയേറെ സ്നേഹിക്കുന്നവൻ, അൽ മജീദു അന്തസ്സുള്ളവൻ, അൽ ബാഇസു പുനർജന്മം നൽകുന്നവൻ, അശ്ശഹീദു എല്ലാ കാര്യങ്ങളിലും ഹാജറുള്ളവൻ, അതായത് കാണുകയും അറിയുകയും ചെയ്യുന്നവൻ, അൽ ഹഖു തന്റെ എല്ലാ ഗുണങ്ങളുടെയും നിലനിൽക്കുന്നവൻ, അൽ വകീലു കാര്യം ഏറ്റെടുത്ത് നിർവഹിച്ച് നടത്തരുന്നവൻ, അൽ ഖബിയു വലിയ ശക്തിയുള്ളവൻ, അൽ മതീനു വളരെ ഉറച്ചവൻ, അൽ വലിയു രക്ഷാധികാരി, അൽ ഹമീദു സ്തുതിക്കർഹൻ, അൽ മുഅ്സി മുഴുവൻ സൃഷ്ടികളെ കുറിച്ചും പൂർണ്ണ അറിവുള്ളവൻ, അൽ മുബ്ദിഉ ആദ്യമായി സൃഷ്ടിച്ചവൻ, അൽ മുഈദു സൃഷ്ടിപ്പിനെ ആവർത്തിക്കുന്നവൻ, അൽ മുഹീ ജീവൻ നൽകുന്നവൻ, അൽ മുമീതു മരിപ്പിക്കുന്നവൻ, അൽ ഹയ്യു എന്നും ജീവിച്ചിരിക്കുന്നവൻ, അൽ ഖയ്യൂം സർവ്വതും നിയന്ത്രിച്ചു നിലനിർത്തുന്നവൻ, അൽ വാഹിദു എല്ലാ വസ്തുക്കളുടെയും ഖജനാവുള്ളവൻ, അൽ വാജിദു എല്ലാ വസ്തുക്കളുടെയും ഖജനാവുള്ളവൻ, അൽ മാജിദു മഹത്വമുള്ളവൻ, അൽ വാഹിദു ഒറ്റയായവൻ. ഒന്നാമത്തത് അൽ വാജിദു അത് എല്ലാ വസ്തുക്കളുടെയും ഖജനാവുള്ളവൻ, അൽ മാജിദു മഹത്വമുള്ളവൻ, അൽ വാഹിദു ഒറ്റയായവൻ, അൽ അഹദു ഏകൻ, അസ്സമദു ആരെയും ആവശ്യമില്ലാത്തവൻ എല്ലാവർക്കും ആവശ്യമുള്ളവൻ, അൽ ഖാദിറു ഏറ്റവും കൂടുതൽ കഴിവുള്ളവൻ, അൽ മുഖ്തദിറു സമ്പൂർണ്ണ അധികാരമുള്ളവൻ, അൽ മുഖദ്ദിമു മുന്നിലാക്കുന്നവൻ, അൽ മുഅഖിറു പിന്നിലാക്കുന്നവൻ, അൽ അവ്വലു ഏറ്റവും ആദ്യമുള്ളവൻ ഒന്നുമില്ലാതിരുന്നപ്പോഴും അവനുണ്ടായിരുന്നു,
അതുപോലെ തന്നെ അൽ-ആഖിറു ഏറ്റവും അവസാനമുള്ളവൻ, ഒന്നുമില്ലാത്ത എത്തിയിരുന്നാലും അവനുണ്ടായിരിക്കും. അല്ലാഹു വളരെ വ്യക്തമായവൻ, അൽ-ബാത്തിനു കണ്ണുകളിൽ നിന്ന് മറഞ്ഞവൻ, അൽ-വാലി സർവസ്തുതിയുടെയും അധികാരി, അൽ-മുതആലി സൃഷ്ടികളുടെ വിശേഷണങ്ങളിൽ നിന്നും ഉന്നതനായവൻ, അൽ-ബർറു വലിയ ഉപകാരി, അത്ത്-തവ്വാബു തൗബ സ്വീകരിക്കുന്നവൻ, അൽ-മുൻതഖിമു ശിക്ഷ നൽകുന്നവൻ, അൽ-ഗഫൂറു വളരെ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, അർ-റഊഫു വളരെ അലിവുള്ളവൻ, അൽ-മാലിക്കുൽ മുൽക്ക് സർവ്വലോകങ്ങളുടെയും ഉടമ, ദുൽ ജലാലി വൽ ഇക്റാം ഔന്നത്യത്തിന്റെയും ഔദാര്യത്തിന്റെയും ഉടമ, അൽ-മുഖ്സിതു നീതിവാൻ, അൽ-ജാമിഉ സൃഷ്ടികളുടെയും ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്നവൻ, സർവ്വ സൃഷ്ടികളെയും ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്നവൻ, അൽ-ഗനിയ്യു നിരാശ്രയൻ, അൽ-മുഗ്നി നിരാശ്രയത്വം നൽകുന്നവൻ, അൽ-മാനിഉ തടയുന്നവൻ, അല്ലാഹു യുക്തിക്ക് അനുസൃതമായി പ്രയാസം നൽകുന്നവൻ, അൻ-നാഫിഉ പ്രയോജനം നൽകുന്നവൻ, അൻ-നൂറു പ്രകാശമുള്ളവൻ പ്രകാശം നൽകുന്നവൻ, അൽ-ഹാദി സന്മാർഗം കാണിച്ചു അതിലേക്ക് നയിക്കുന്നവൻ, അൽ-ബദീഉ മാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവൻ, അൽ-ബാഖി എന്നെന്നും അവശേഷിക്കുന്നവൻ, അൽ-വാരിസു എല്ലാം നശിച്ചാലും അവശേഷിക്കുന്നവൻ, അർ-റഷീദു എല്ലാ പ്രവർത്തനവും തീരുമാനവും ശരിയായവൻ, അസ്-സബൂറു ക്ഷമാശീലൻ. അല്ലാഹുവിൻ്റെ ഇസ്മുകൾ, അസ്മാഉൽ ഹുസ്നയുടെ അർത്ഥമാണ് നാം കേട്ടത്. ഇതിൽ നമ്മൾ ആവശ്യാനുസരണം ഓരോ നാമങ്ങളെയും ഉരുവിടൽ വളരെ മഹത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാമങ്ങളെ ഉച്ചരിച്ചതിന് ശേഷം ദുആ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകമായി അല്ലാഹു പരിഗണന നൽകുന്നതാണ്. അല്ലാഹു നമ്മതെല്ലാം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.